നമസ്കാരം. ഡൽഹിയിൽ 2015-ലും 2020-ലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച പാർട്ടി തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് മുന്നിൽ ഇപ്പോൾ അടിപതറി വീണിരിക്കുന്നത്. കോൺഗ്രസും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റിലും ജയിക്കാത്ത കോൺഗ്രസ് ഇക്കുറി എല്ലാ സീറ്റിലും തന്നെ സജീവമായി മത്സരിക്കുന്നത് BJPക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. AAPയെയും അരവിന്ദ് കെജ്രിവാളിനെയും കടന്നാക്രമിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രചാരണം നടത്തിയത്. ന്യൂനപക്ഷ ദളിത് വോട്ടുകളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീവ്ര ശ്രമം. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കാൻ ഡൽഹിയിൽ മോദിയേക്കാൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമായിരുന്നു മുന്നിൽ നിന്നത് എന്നതാണ് പലരുടേതായി വന്ന വിലയിരുത്തൽ. 2015 മുതൽ സംസ്ഥാനം ഭരിക്കുന്ന AAPയെ പലതരത്തിലും വീർപ്പുമുട്ടിച്ചിരുന്ന കേന്ദ്ര BJP പലവിധ ഗൂഢ രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തിയിരുന്നു. അതിനൊപ്പം കോൺഗ്രസും AAPക്കെതിരെ തിരിഞ്ഞതോടുകൂടി തിരഞ്ഞെടുപ്പ് ഫലം അത് BJPക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. രാജ്യ തലസ്ഥാനത്ത് പോരാട്ടം കടുത്തത് തന്നെയായിരുന്നു. BJPക്ക് മുന്നിൽ AAP തകർന്ന് തരിപ്പണമാകുമെന്നായിരുന്നു വിലയിരുത്തൽ. ഡൽഹിയിൽ പക്ഷേ സംഭവിച്ചത് അങ്ങനെയല്ല. ആം ആദ്മി വീറോടെ തിരിച്ചടിച്ചു. ലോക്സഭയിലെ വോട്ട് BJP നിലനിർത്തിയില്ലെന്ന ശ്രദ്ധേയമാണ്. പക്ഷേ ആ ഭരണത്തിന് വേണ്ടത് അവർ നേടിയെടുത്തു. അതിന് കാരണം മധ്യവർഗത്തിന്റെ പിന്തുണയാണ്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലുണ്ടായ വൻ ചോർച്ചയാണ് BJPയുടെ മുന്നേറ്റമായത്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന മധ്യവർഗ വോട്ടുകളാണ് BJPയിലേക്ക് എത്തിയത്. അതിന് കാരണമായത് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി പ്രഖ്യാപനമാണ് എന്നുള്ള വിലയിരുത്തലുമുണ്ട്. ഫെബ്രുവരി 1-നായിരുന്നു കേന്ദ്ര ബജറ്റ്. അതിൽ ആദായ നികുതി പരിധി 12 ലക്ഷത്തിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർത്തി. അങ്ങനെ ലക്ഷ്മി കടാക്ഷം മോദി രാജ്യത്തിന് ആകെ നൽകി. ഈ ലക്ഷ്മി കടാക്ഷം കിട്ടിയ ഡൽഹിയിലെ മധ്യവർഗം BJPക്ക് അനുകൂലമായി. ഇതോടെ അവർ ഡൽഹിയിൽ അധികാരവും പിടിച്ചു. കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ 13.70 ലക്ഷം രൂപ വരെ നികുതി അടക്കേണ്ടതില്ല എന്നതാണ് വസ്തുത. 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും NPS നിക്ഷേപവും ഇതുവഴി ഇളവ് നേടാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ, അതായത് 2025-26 വർഷത്തിൽ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കുന്ന നികുതിദായകർക്ക് ഇനി പറയുന്ന മെച്ചപ്പെടുത്തിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. ശമ്പള വരുമാനത്തിനുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. കുടുംബ പെൻഷന് കീഴിലുള്ള പരമാവധി കിഴിവ് 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി. സെഷൻ 80 CCDC-2 പ്രകാരം പെൻഷൻ പദ്ധതിയിലേക്കുള്ള തൊഴിലുടമകളുടെ സംഭാവനയുടെ കിഴിവ് ശമ്പളത്തിന്റെ 10% നിന്ന് അടിസ്ഥാന ശമ്പളത്തിന്റെ 14% ഉയർത്തി. ഇതെല്ലാം മധ്യവർഗത്തിന് ആഹ്ലാദകരമായി മാറി. ഇത് ഡൽഹി തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു. കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം പോരടിച്ചതും BJPക്ക് തുണയായിട്ടുണ്ട്. ഇതോടെ BJP വിരുദ്ധ വോട്ടുകൾ 2 പക്ഷത്തേക്ക് ചിന്നിച്ചിതറുകയാണ് ഉണ്ടായത്. ഡൽഹിയിലെ മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരും ഇത്തവണ BJPക്ക് അനുകൂലമായി തന്നെ വിധി എഴുതുകയും ചെയ്തു എന്നത് സുവ്യക്തമാണ്. 2015-ലും 20-ലും ആം ആദ്മി പാർട്ടിയുടെ തകർപ്പൻ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരുമാണ്. ഈ വോട്ടർമാർ എതിരായതോടുകൂടി ആം ആദ്മി പാർട്ടിക്ക് അടിതെറ്റി. 27 വർഷത്തിന് ശേഷം രാജ്യ തലസ്ഥാനത്ത് BJP അധികാരം പിടിച്ചു. മധ്യവർഗത്തിനും പൂർവാഞ്ചൽ വോട്ടർമാർക്കും സ്വാധീനമുള്ള 25 സീറ്റുകളിൽ BJPക്കാണ് മുൻതൂക്കം. തെക്കേ ഇന്ത്യക്കാർ കൂടുതലുള്ള മേഖലയിൽ ആം ആദ്മി മേധാവിത്വം നിലനിർത്തി. മലയാളി വോട്ടുകളും ആം ആദ്മി പെട്ടിയിൽ തന്നെയാണ് കൂടുതലായി വീണത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രചാരണവും BJPക്ക് മലയാളി വോട്ടുകളെ സ്വന്തമാക്കാനായിട്ട് സഹായിച്ചിട്ടൊന്നുമില്ല. ദക്ഷിണ ഡൽഹി, സെൻട്രൽ ഡൽഹി, ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് മധ്യവർഗത്തിന് ആധിപത്യമുള്ളത്. കിഴക്കൻ ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഡൽഹിയിലെ പൂർവാഞ്ചൽ വോട്ടർമാർ. രാജ്യ തലസ്ഥാനത്ത് ചിത്രം തെളിഞ്ഞതോടുകൂടി സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് BJP രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പറഞ്ഞു. കേജ്രിവാളിന്റെയും ഒപ്പമുള്ളവരുടെയും അഴിമതികൾ തുറന്നു കാട്ടിയെന്നും വീരേന്ദ്ര സച്ദേവ പറഞ്ഞു. തുടക്കത്തിൽ ലീഡ് നില മാറിമറയുന്ന കാഴ്ചയാണ് കണ്ടതെങ്കിലും പിന്നീട് BJPയുടെ കുതിപ്പ് തന്നെയാണ് എല്ലാവരും കണ്ടത്. ഒടുവിൽ കേവല ഭൂരിപക്ഷവുമായി BJP ബഹുദൂരം മുന്നിലെത്തി.
AAP, BJP, കോൺഗ്രസ് എന്നീ പ്രമുഖ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് തലസ്ഥാനം വേദിയായത്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് AAP അധികാരത്തിലെത്തിയത്. എന്നാൽ ഇക്കുറി പുറത്തുവന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും BJPയുടെ വിജയം പ്രവചിച്ചിരുന്നു. 60.54% പോളിംഗ് ആണ് ഇക്കുറി ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. 62.59% പോളിംഗ് നടന്ന 2020-ൽ 70-ൽ 62 സീറ്റുകൾ നേടിയാണ് AAP അധികാരത്തിലെത്തിയത്. ഇവിടെ നിന്നാണ് അധികാരം നഷ്ടമാകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസത്തിലേക്ക് 2 പാർട്ടിയും വീണുപോയി. എല്ലാ സീറ്റിലും പരസ്പരം മത്സരിച്ചു. ഇതോടെ BJP വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകൾ അടക്കം ഭിന്നിച്ചു. അങ്ങനെ ആം ആദ്മിയെ തകർത്ത് BJP അധികാരം പിടിച്ചു. 5 കൊല്ലം മുമ്പ് ആം ആദ്മിയും കോൺഗ്രസും വേറിട്ട മത്സരമായിരുന്നു ഡൽഹിയിൽ നടത്തിയത്. എന്നാൽ അന്ന് ഡൽഹിയിലെ മധ്യവർഗം ആപ്പിനൊപ്പമായിരുന്നു. മദ്യനയ അഴിമതി അടക്കം ചർച്ചയായതോടുകൂടി ഈ സ്ഥിതി മാറി. ജയിലിൽ കിടന്ന ആം ആദ്മി നേതാക്കളിൽ നിന്ന് ജനം അകന്നു. BJP വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളുടെ ഭിന്നിപ്പ് ആം ആദ്മിയെ തോൽപ്പിക്കുകയും ചെയ്തു. 15 വർഷമായി കോൺഗ്രസ് അധികാരത്തിലിരുന്ന സ്ഥലമാണ് ഡൽഹി. 31 സീറ്റുകൾ 2013-ൽ നേടിയ BJPക്ക് ഡൽഹിയിൽ അധികാരത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. കേവല ഭൂരിപക്ഷത്തിന് 4 സീറ്റ് മാത്രം അകലെയായിരുന്നുവെങ്കിലും കോൺഗ്രസ് പിന്തുണയോടെ 28 സീറ്റ് നേടിയ ആപ്പ് കോൺഗ്രസിന്റെ 8 സീറ്റും ചേർത്ത് അധികാരത്തിൽ വരികയാണ് ചെയ്തത്. BJPയെ പുറത്താക്കാനുള്ള രാഷ്ട്രീയ നീക്കം എന്നത് പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. 49 ദിവസം മാത്രം അധികാരത്തിലിരുന്ന ആം ആദ്മി ലോക്പാൽ ബിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനാകാത്തതിനാൽ രാജിവെച്ചു. എന്നാൽ ആ രാജിവെക്കലിന്റെ പ്രതിഫലനം ചെറുതായിരുന്നില്ല. 2015-ലെ തിരഞ്ഞെടുപ്പിൽ 70-ൽ 67 സീറ്റ് ആപ്പ് നേടി. BJP 3 സീറ്റിൽ വിജയിച്ചു. കോൺഗ്രസ് 1 സീറ്റിൽ പോലും വിജയിക്കാത്ത തിരഞ്ഞെടുപ്പായിരുന്നു അത്. 2020-ലും 70-ൽ 62 സീറ്റ് നേടി ആം ആദ്മി തങ്ങളുടെ ജൈത്ര യാത്ര തുടരുകയും ചെയ്തു. എന്നാൽ BJP 2015-ലെ 3 സീറ്റിൽ നിന്നും 8-ലേക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കും കോൺഗ്രസിന് 0-ൽ ഒതുങ്ങി. 2025-ലേക്ക് എത്തുമ്പോൾ ചരിത്രം തന്നെ മാറി. കോൺഗ്രസ് 0-ൽ തുടർന്നു. പക്ഷേ BJPയുടെ താമര ഡൽഹിയിൽ വിരിയുകയും ചെയ്തു. നന്ദി.